ഹായ് അസ്സലാമലൈക്കും. അപ്പം നമ്മളൊരു ഗോബി മഞ്ചൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലോട്ട് ചിക്കനും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി തിളച്ച വെള്ളത്തിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 to 10 minutes ഒക്കെ ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടിടാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കോൺഫ്ലവർ പൊടി, കുറച്ച് മൈദപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ മുളകും പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടിയും തൂകി കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അന്ന് പള്ളിയിലോട്ട് ഫുഡ് കൊടുക്കുന്ന ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് പള്ളിയിലോട്ട് കൊടുത്തത്. അപ്പോൾ അതിനുള്ള സവാള എന്നൊക്കെ വെച്ചപ്പോൾ മോള് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവളും വന്നിട്ട് അരിഞ്ഞു തരാണ്. ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്, എന്നാലും അവൾ വന്നിട്ട് അവളെ സന്തോഷത്തിന് വേണ്ടി അരിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതേ പാനിൽ തന്നെ കോളിഫ്ലവറും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. 2 കോളിഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറേ ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി നമുക്ക് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലോട്ട് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ മുളകും പൊടിയും കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് ആയി വന്നാൽ ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം. നമ്മളിതിലോട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യണത്. നമ്മൾ പാത്രത്തിൽ ചെയ്ത് വെച്ച ആ സോസിൻ്റെ മിക്സും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് പൊരിച്ചു വെച്ച ചിക്കനും കോളിഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉപ്പൊക്കെ ഈ സമയത്ത് കറക്റ്റ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് വെള്ളത്തിലോട്ട് കലക്കി വെച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പം നമ്മൾ കൂടുതൽ റെസിപ്പീസും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.